അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു എക്സ്പെരിമെന്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു, സ്പീഡ് ഓഫ് ലൈറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും എന്താണെന്ന് പഠിച്ചു, എന്തുകൊണ്ടാണ് ഡിവിയേഷൻ സംഭവിക്കുന്നത്, ലൈറ്റിനെ പാസ് ചെയ്യുമ്പം അവിടെ ഡിവിയേഷൻ സംഭവിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു എക്സ്പെരിമെന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 105 ഒരു എക്സ്പെരിമെന്റ്. നമ്മളിവിടെ ഒരു ഗ്ലാസ് സ്ലാബ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് സ്ലാബ് ആണ് ABCD എന്ന് പറയുന്നത്. ABCD എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ഗ്ലാസ് സ്ലാബ് ആണ്. അതിലേക്ക് നമ്മളൊരു ലൈറ്റ് റേസിനെ പാസ് ചെയ്ത് വിടാണ്. അപ്പം നമ്മൾ ക്യൂവിൽ വെച്ച് ഒരു ഡിവിയേഷൻ സംഭവിച്ചു, ലൈറ്റ് ഇവിടെ വന്നു. പിന്നെ ഇവിടെ Rൽ വെച്ച് മറ്റൊരു ഡിവിയേഷൻ സംഭവിച്ചു. ഇങ്ങനെയാണ് ആ ലൈറ്റിന്റെ പാസിങ്. അങ്ങനെയാണ് ലൈറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു ലൈറ്റ് റേസിനെ പാസ് ചെയ്യാണ്. ഇവിടെ നോക്കിക്കേ, AB കൂടി ഒരു ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ CD-യിൽ കൂടി ഇവിടെ കൂടെ ഒരു ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ രണ്ടിടത്തൂടെ ലൈറ്റ് റേസ് ഇവിടെ പാസ് ചെയ്യുന്നതുണ്ട്. ഫസ്റ്റ് മീഡിയം ആദ്യം ലൈറ്റ് പോയത് ഏത് മീഡിയത്തിൽ നിന്നാണ്? എയർ. ഇത് എയർ ആണ്. ഈ ഭാഗം എന്ന് പറയുന്നത് എയർ ആണ്. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് ആദ്യം ലൈറ്റ് പോയത്. അപ്പൊ എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒരു ലൈറ്റ് റേസ് ആദ്യം പാസ് ചെയ്തു. അപ്പൊ അവിടെ വെച്ച് ഈ പോയിന്റ് ക്യൂവിൽ വെച്ച് ഒരു ഡിവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ലൈറ്റ് റേസ്. ഇതിങ്ങനെ പോവാണ്. ഇവിടെ ക്യൂവിൽ നിന്ന് ഒരു മീഡിയത്തിൽ നിന്ന്, അതായത് എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്ന് ഗ്ലാസ് എന്ന് പറയുന്നത്, ഇത് ഗ്ലാസ് ആണ്, ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് ലൈറ്റ് കയറിയപ്പം അവിടെ വെച്ചൊരു ഡിവിയേഷൻ സംഭവിച്ചു. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഡിവിയേഷൻ സംഭവിക്കുന്നത്? ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ഇൻ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ദാറ്റ് കോസ് ദ ഡിവിയേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലുള്ള ഓരോ മീഡിയത്തിലെ എയറിലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെന്റ് ആണ്, ഗ്ലാസ്സിലുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഡെവിയേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നൊരു ഡെവിയേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചരിവ് സംഭവിച്ചു എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടന്നപ്പം. എന്നിട്ട് എന്ത് ചെയ്തു? ഗ്ലാസിന്റെ ഇങ്ങേറ്റത്തെത്തി ലൈറ്റ്. ഗ്ലാസിൽ നിന്ന് പിന്നെന്ത് ചെയ്തു? എയറിലേക്ക് മറ്റൊരു ഡിവിയേഷൻ. ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് പോയപ്പോൾ മറ്റൊരു ഡിവിയേഷന് സംഭവിച്ചു. അപ്പൊ ഈ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വിച്ച് ഈസ് ദ ഇൻസിഡന്റ് റേ ഓൺ ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് CD? CD എന്ന് പറയുന്നത് ഇതാണ്, ഈ ലൈനാണ് CD. CD എന്ന് പറയുന്ന ഈ സർഫസിലുണ്ടായ ഇൻസിഡന്റ് റേ ഏതാണ്? ഇൻസിഡന്റ് റേ, CD എന്ന് പറയുന്ന സർഫസ് ഇൻസിഡന്റ് റേ എന്താണ്? നമുക്കറിയാം. ഓക്കെ, അപ്പൊ നോക്കോളൂ. എന്താണ് ഇൻസിഡന്റ് റേ, എന്താണ് റിഫ്ലക്റ്റഡ് റേ എന്ന് ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ട് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയാം. നോക്കിക്കോ, ഇവിടെ നമ്മള് ഈ വരച്ചിരിക്കുന്ന ഈ ലൈനാണ് ഇങ്ങോട്ട് വന്ന് പതിക്കുന്ന, നമ്മളുടെ പ്ലെയിനിലേക്ക് അല്ലെങ്കിൽ മിററിലേക്ക് വന്ന് പതിക്കുന്ന റേ ആണ് ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഒരു സർഫസിലേക്ക് വന്ന് പതിക്കുന്ന റേ ആണ് ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്ന റേ, തിരിച്ച് പതിച്ചിട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകത്തില്ലേ, അതിനെയാണ് നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വന്ന് പതിക്കുന്നതിനെ ഇൻസിഡന്റ് റേ എന്നും തിരിച്ചു പോകുന്നതിനെ റിഫ്ലക്റ്റഡ് റേ എന്നുമാണ് പറയുന്നത്. ഇനി ഈ രണ്ട് റേ സെപ്പറേറ്റ് ചെയ്യുന്ന കാണിക്കാനായിട്ട് നമ്മൾ നോർമൽ വരച്ചിട്ടുണ്ട്. ഡോട്ടഡ് ലൈൻസിന് നോർമൽ വരച്ചിട്ടുണ്ട്. ഈ ഇൻസിഡന്റ് റേയുടെയും നോർമലിന്റെയും ഇടയ്ക്കുള്ള ഈ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലിന്റെയും ഇൻസിഡന്റ് റേയുടെയും ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ബട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? യെസ്, ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ. നോർമലിന്റെയും റിഫ്ലക്റ്റഡ് റേയുടെയും ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ റിഫ്ലക്റ്റഡ് ആംഗിൾ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് റേയുടെയും നോർമലിന്റെ ഇടയ്ക്കുള്ളതാണ്. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താണ്? റിഫ്രാക്ട് ചെയ്ത് പോകുന്നത് ഇങ്ങോട്ടായിരിക്കും റിഫ്രാക്ട് ചെയ്യുക. റിഫ്രാക്ട് ചെയ്ത് പോകുന്ന ആംഗിളിന്റെ പോകുന്ന റേയുടെയും നമ്മുടെ നോർമലിന്റെ ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഇതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേയുടെയും നോർമലിന്റെ ഇടയ്ക്കുള്ളത് ആംഗിൾ ആണെങ്കിൽ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേയുടെയും നോർമലിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആയിരിക്കും.
അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗ്രേറ്റർ ഓർ ലോവർ ദാൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെൻ ഇറ്റ് ഗോസ് ഫ്രം എയർ ടു ഗ്ലാസ്. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കുമോ ലോവർ ആയിരിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാളും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വലുതായിരിക്കുമോ ചെറുതായിരിക്കുമോ? എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് റിഫ്രാക്റ്റഡ് റേയെക്കാളും വലുതായിരിക്കുമോ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെക്കാളും വലുതായിരിക്കുമോ ചെറുതായിരിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പേജ് നമ്പർ 106 കിടപ്പുണ്ട്. While entering from air to glass from a medium of lower optical density to the greater one, the refracted ray deviates towards the normal. നോർമലിന്റെ അടുത്തേക്ക് ഡിവിയേറ്റ് ചെയ്യും. എന്താണ്? ചെറിയ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് വലിയ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുമ്പം നമ്മളുടെ നോർമലിന്റെ അടുത്തേക്കായിരിക്കും ആ റേ ഡിവിയേറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വാക്വം ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ വാട്ടർ, പിന്നെ ഗ്ലാസ്, പിന്നെ ഡയമണ്ട്, അങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി തിരിച്ചാണ്. ഏറ്റവും കൂടുതൽ ഡയമണ്ടിനാണ്, പിന്നെ ഗ്ലാസ്, പിന്നെ വാട്ടർ, പിന്നെയാണ് എയർ വരിക. അപ്പൊ ഗ്ലാസിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ കേസില് എയറിൽ നിന്ന്, എയർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ സബ്സ്റ്റൻസ് ആണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞൊരു മീഡിയത്തിൽ നിന്ന് കൂടിയൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുമ്പം അതെന്ത് സംഭവിക്കും? നോർമലിന്റെ അടുത്തേക്ക് ഡിവൈറ്റ് ചെയ്യും. നോർമലിന്റെ അടുത്തേക്ക് ഡിവൈറ്റ് ചെയ്യും. ഇത്ര ഓർത്തിരുന്നാൽ മതി. സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. എന്താണ്? വാക്വം, ഏറ്റവും കൂടുതൽ വാക്വം, പിന്നെ വാട്ടർ, പിന്നെ ഗ്ലാസ്, പിന്നെ ഡയമണ്ട് ആണ്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നേരെ തിരിച്ചായിരിക്കും. ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ഡയമണ്ടിനാണ്, പിന്നെ ഗ്ലാസിനാണ്, പിന്നെ വാട്ടറിനാണ്, പിന്നെയാണ് എയർ വരിക. അപ്പൊ ഗ്ലാസിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ എയറിൽ നിന്നാണ് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് കയറിയിരിക്കുന്നത്. അപ്പം വെൻ ലൈറ്റ് പാസസ് ഫ്രം എ മീഡിയം of less optical density to a medium of great optical density, the ray deviates towards the normal. നോർമലിന്റെ അടുത്തേക്ക് ഡിവിയേറ്റ് ചെയ്യും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കൂടിയ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ഇത് എങ്ങോട്ടാണ് ഡിവിയേറ്റ് ചെയ്യുക? നോർമലിന്റെ അടുത്തേക്കായിരിക്കും ഡിവിയേറ്റ് ചെയ്യുക. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ്? ഇസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗ്രേറ്റർ ഓർ ലോവർ ദാൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെൻ ഇറ്റ് ഗോസ് ഫ്രം എയർ ടു ഗ്ലാസ്. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമായ എയറിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയമായ ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെക്കാളും കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? നോർമലിന്റെ അടുത്തേക്ക് ഡിവൈറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആംഗിൾ കുറയും അല്ലേ? അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാളും ലോവർ ആയിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാളും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ലോവർ ആയിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കൂടിയ മീഡിയത്തിലേക്ക് കയറുമ്പോൾ. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഫ്രം ഗ്ലാസ് ടു എയർ? അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഈ ഗ്ലാസിൽ നിന്നാണ് ഇവിടെ ഡിവിയേഷൻ സംഭവിച്ചിരിക്കുന്നത്. ഗ്ലാസിൽ നിന്ന് എയറിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യും? goes away from the normal. നോർമലിൽ നിന്ന് ദൂരേക്കായിരിക്കും ഡിവിയേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാളും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുതലായിരിക്കും. കാരണം ഗ്ലാസിനാണ് എയറിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. ദെൻ വിച്ച് ഈസ് ഓഫ് ഗ്രേറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, എയർ ഓർ ഗ്ലാസ്? എയറിനാണോ ഗ്ലാസിനാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? യെസ്, ഗ്ലാസിനാണ്. While going from air to glass, the refracted ray deviates towards the normal, deviates away from the normal. നമ്മൾ ടിക്ക് ചെയ്യണം. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ നോർമലിന്റെ അടുത്തേക്ക് പോകും. ഡിവിയേറ്റ്സ് ടുവേർഡ്സ് ദി നോർമൽ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കൂടിയ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ നോർമലിന്റെ അടുത്തേക്ക് പോകും. കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് പോകുമ്പോൾ നോർമലിന്റെ അടുത്ത് നിന്ന് പോകും. ഡിവിയേറ്റ്സ് അവേ ഫ്രം ദ നോർമൽ. അത് ഓർത്തിരിക്കാം. ഇനി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ വേറൊരു പോയിന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും നോർമലി എന്തായിരിക്കും? ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ പോയിന്റ് മൂന്നും വന്ന് ഒരു സ്ഥലത്ത് തന്നെ കൂട്ടിമുട്ടും നമ്മുടെ പ്ലെയിനിൽ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെ ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്. വൈൽ എൻട്രിങ് ഫ്രം എയർ ടു ഗ്ലാസ്, എന്താണ്? ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിൽ നിന്ന് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ഒരു മീഡിയത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ റിഫ്രാക്റ്റഡ് റേ നോർമലിന്റെ അടുത്തേക്ക് ഡിവൈഡ് ചെയ്യും.
ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കൂടിയ മീഡിയത്തിലേക്ക് ലൈറ്റിന് പാസ് ചെയ്യുമ്പോൾ ദ റിഫ്രാക്റ്റഡ് റേ ഡെവിയേറ്റ്സ് അവേ ഫ്രം ദി നോർമൽ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റും ഈ മൂന്ന് പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അത് മൂന്നും പഠിച്ചു വെക്കാം. ഇനി നമുക്കൊരു കുറച്ച് റിഫ്രാക്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇപ്പുറത്തൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ അറിയാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ നോർമലിൽ നിന്ന് ഡിവിയേറ്റ്സ് അവേ ഫ്രം ദ നോർമൽ ആണ്. കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് കടക്കുമ്പോൾ നോർമലിന്റെ അടുത്തേക്ക് ഡിവിയേറ്റ് ചെയ്യും. ഇനി ഒരു കാര്യം കൂടി, ഇങ്ങനെയൊക്കെ ഡിവിയേഷൻ, ഈ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് തന്നെ എപ്പോഴാണ്? ഒബ്ലിക്വലി ചരിഞ്ഞ് നമ്മൾ ലൈറ്റ് റേസിനെ ചരിച്ച് പതിപ്പിക്കുമ്പോഴാണ്. ഈ ഫിഗർ നോക്കിക്കേ, ഇവിടെ ലൈറ്റ് റേസിന് ചരിച്ചല്ല, നേരെയാണ് പതിച്ചിരിക്കുന്നത്. ആ സമയത്ത് അവിടെ റിഫ്രാക്ഷനോ ഡെവിയേഷനോ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ലൈറ്റ് റേസിന് നേരെയാണ് പതിപ്പിക്കുന്നതെങ്കിൽ അവിടെ ഡിവിയേഷൻ സംഭവിക്കുകയില്ല. ലൈറ്റ് റേസിന് നേരെയാണ് പതിപ്പിക്കുന്നതെങ്കിൽ അവിടെ ഡിവിയേഷൻ സംഭവിക്കുകയില്ല. അത് ഓർത്തു വെക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടേബിളിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്. നോ ഡിവിയേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ കേസ് ഓഫ് ലൈറ്റ് ഫോളിംഗ് നോർമലി ഓൺ എ മീഡിയം. ഒരു മീഡിയം നോർമലിലൂടെയാണ് ലൈറ്റിന് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡിവിയേഷൻ സംഭവിക്കത്തില്ല. അത്തരത്തിലുള്ള കേസ് ഏതെല്ലാമാണ്? യെസ്, ഫിഗർ 5.3 സിയും ഫിഗർ 5.3 ഇയും ആണ്. സെക്കൻഡ് വൺ, when light passes obliquely from a medium of higher optical density to a medium of lower optical density, the refracted ray deviates away from the normal. അപ്പോൾ ഇവിടെ ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയൊരു മീഡിയത്തിൽ നിന്ന് കുറഞ്ഞൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ നോർമലിന്റെ അടുത്ത് നിന്ന് എവേ ദൂരേക്ക് പോകും എന്ത്? ലൈറ്റ് റേസ്. അത്തരത്തിലുള്ള ഇമേജ് ഫിഗർ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. അപ്പം എയറിൽ നിന്ന് വാട്ടറിലേക്ക് കടക്കുന്നു. ഇവിടെ എയറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്, അപ്പൊ ആ ഫിഗർ അല്ല. ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് കിടക്കുന്നതാണ് രണ്ടാമത്തെ ഫിഗർ. അപ്പൊ ഇതാണ് 1. 5.3 ബിയും പിന്നെ 5.3 ഡിയുമാണ് ഗ്ലാസിൽ നിന്ന് വാട്ടറിലേക്ക്. ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു ലോവർ. ഇവിടെ ആരോ ശ്രദ്ധിച്ചോണം, താഴെ നിന്ന് മേളിലോട്ടാ പോയേക്കുന്നത്. ആരോ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അപ്പൊ 5.3 ബിയും 5.3 ഡിയും ആണ് അതിന്റെ ആൻസർ. Then third one, when light is incident obliquely from a medium of lower optical density to a medium of greater optical density, the refracted ray deviates towards the normal. അപ്പം നോർമൽ അടുത്തേക്ക് പോകുന്നത് 5.3 എ ആണ്. ചെറിയ മീഡിയത്തിൽ നിന്ന് ചെറിയ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിൽ നിന്ന് വലിയ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലേക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉണ്ട്. ഇതൊക്കെ ഈസിയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ 2 എക്സ്പെരിമെന്റ് ആയിരുന്നു നോക്കിയത്. എക്സ്പെരിമെന്റ്സ് ഒക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാണ് എക്സ്പെരിമെന്റിന്റെ വീഡിയോ ഇട്ടത്. പിന്നെ എനിക്ക് ക്ലാസ് ഒക്കെ തുടങ്ങിയോണ്ടാണ് വീഡിയോ ഇടാനായിട്ട് ഡിലേ ഉണ്ടാവുന്നത്. എത്രയും വേഗം തന്നെ റെഗുലറായിട്ട് വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.